കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വിക്രം അവസാനം ആ തീരുമാനത്തിൽ എത്തുവാണ്, വേദനയും കൂടെ കൊണ്ട് പട്ടയമേളയ്ക്ക് പോണമെന്നുള്ളേ. കാരണം ശ്രീനിവാസ് സാർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഭാര്യയെ കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്നുള്ള കാര്യം. ഇവള് തന്റെ ഭാര്യയാന്ന് കരുതിയ ഇപ്പോഴും അവരൊക്കെ ഇരിക്കുന്നത് എല്ലാം വിശ്വസിച്ചിരിക്കുക. അപ്പൊ ഇനിയിപ്പം ശ്രീനിവാസ സാറെ ധിക്കരിച്ചെന്ന് വേണ്ട. അങ്ങനെയാണെങ്കിൽ വേദാളത്തെ കൂടെ കൊണ്ടുപോയേക്കാം. പിന്നീട് വേദയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പട്ടയമേളയ്ക്ക് പോണ സമയത്ത് നീയും കൂടെ പോരാൻ പറയാ. ഇത് കേട്ടതും വേദ പറഞ്ഞു, അതിന് ഞാൻ എന്തിനാ പോണേ, ഞാൻ കൂടെ വരുന്ന വിക്രത്തിന് ബുദ്ധിമുട്ടല്ലേ നിൽക്കും, എനിക്കെന്ത് ബുദ്ധിമുട്ട്, നീ കൂടെ പോരാൻ പറയാണ്. പിന്നീട് പെട്ടെന്ന് റെഡിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് വേദ പെട്ടെന്ന് റെഡിയാവുകയാണ്. വേദയ്ക്ക് സന്തോഷം. ആദ്യമായിട്ടാണ് വിക്രം തന്നെ കൊണ്ട് പുറത്തേക്കൊക്കെയൊന്ന് പോകുന്നത്. അതും ഇപ്പൊ തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ച മട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും ശ്രീജി അങ്ങോട്ട് വന്നു. ശ്രീജി ചല്ല, ഇത് എങ്ങോട്ടാ വേദന ചോദിക്കണം. ഞാൻ വിക്രത്തിൻ്റെ പുറത്തു പോവാ, പിന്നീട് കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ടപ്പോ ശ്രീജി പറഞ്ഞു, ഇതേ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങളും വരുന്നുണ്ട്, ഞാനും നന്ദിനിയും ഉണ്ടെന്ന് പറയണ. എന്നാ ശരി, നമുക്ക് അവിടെ വെച്ച് കാണാന്നൊക്കെ പറയണ. അങ്ങനെ വേദയും കൂട്ടിക്കൊണ്ട് വിക്രം കൂടെ പോകുന്ന വഴിക്ക് പറഞ്ഞു, അതെ നീ എനിക്കൊരു നല്ല കാര്യം ചെയ്തേ, അതുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ടതും വേദ പറഞ്ഞു, അത് പിന്നെ എന്റെ കടമയല്ലേ, ഞാൻ വിക്രത്തിന്റെ ഭാര്യയാകുമ്പം വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ഞാനില്ലേ നിൽക്കും. അതെ, കൂടുതൽ നീ കടമയുടെയും കടപ്പാടിന്റെയും പേരൊന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി നിന്റെ ഒരു തന്ത്രമായിരുന്നു. നിനക്കറിയായിരുന്നു നീ ഞാൻ ഇങ്ങോട്ട് തിരികെ വിളിച്ചോണ്ട് വരുമെന്ന്. അതിനു വേണ്ടിട്ടല്ലേ നീ ആ ഫയലൊക്കെ എടുത്ത് മാറ്റി വെച്ചു നിൽക്കും. അതെ, മാറ്റി വെച്ചൊന്നും അല്ല, അതവിടെ അടുക്കി പെറുക്കി വെക്കണ സമയത്ത് അവിടെ കിടന്നു കഴിഞ്ഞപ്പോ തന്നെ എടുത്തു വെച്ച ഉർവശി ശാപ ഉപകാരപ്രദമായെന്ന് പറഞ്ഞവരായിപ്പോയില്ലേന്ന് ചോദിക്കാം. വിക്രം പറഞ്ഞ, അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവര് താലൂക്ക് ഓഫീസ് കയറുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ഫയൽസ് ഒക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ ആ ഫയൽ കൊണ്ടുപോയി അവിടെ ഹാജരാക്കണം. അപ്പൊ അതൊക്കെ അവിടെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫയൽസും കൊടുത്തിട്ട് അവിടുന്ന് കയറുവാണ്. ഈ സമയത്ത് വിക്രത്തിന് ഫോണിലേക്ക് രാജേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, എടാ വിക്രം, നീ ഇത് എവിടെയാന്ന് ചോദിക്കാം. അതെ രാജേട്ടൻ വന്നോണ്ടിരിക്കുക, എത്ര സമയം എന്തായാലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നീ പെട്ടെന്ന് വാ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് വേദയും കൂട്ടിക്കൊണ്ട് വിക്രം പോവാണ്. ഈ സമയത്ത് നന്ദിനി ശ്രീജയും കൂടെ പോകാനായിട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ പോകാനിറങ്ങുന്ന സമയത്ത് കമലയോട് ഇന്ന് വെച്ചാൽ, അല്ല അമ്മ വരുന്നുണ്ടെന്ന് നിൽക്കുക, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ അവരിറങ്ങുവാണ്. പിന്നീട് വേദയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വേദയ്ക്കാണെങ്കിൽ ഒരാകെപ്പാടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്, അതും വിക്രത്തിന്റെ ഭാര്യയായിട്ട് വരുന്ന. പിന്നീട് വിക്രം അങ്ങോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, വേദനെ അവിടെ നിർത്തിയിട്ട് വിക്രം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഓടി നടക്കുവാണ്. ആ സമയത്തൊക്കെ വേദ വിക്രത്തെ ശ്രദ്ധിക്കുകയാണ്. വിക്രം ഓരോ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നതും പിന്നീട് ഓരോരുത്തരും വന്ന് വിക്രത്തോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല പഠിപ്പും വിദ്യാഭ്യാസ വിവരം എല്ലാം ഉണ്ട് വിക്രത്തിന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തല തിരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ശ്രീജയും നന്ദിനിയും കൂടെ വരുവാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഒരു സമാധാനം, മിണ്ടാനും പറയാനും ആളായല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും പരിപാടികളൊക്കെ തുടങ്ങണം. അപ്പൊ തഹസിൽദാരാണ് ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്, പട്ടയമേളയല്ലേ. പിന്നീട് ശ്രീനിവാസ് സാറും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവര് വന്നു, പ്രസംഗങ്ങളും സ്വാഗതവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് ശ്രീനിവാസ് സാറിന്റെ ഊഴമായിരുന്നു. അങ്ങനെ ശ്രീനിവാസ് സാറ് പ്രസംഗിക്കാനായിട്ട് കയറുവാണ്. പട്ടയ വിതരണത്തെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും എല്ലാം പറയണം. അപ്പോഴേക്കുമാണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. രാധ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ വിക്രത്തിനെ തന്നെ നോക്കി ഇങ്ങനെ രാധ നിൽക്കുകയാണ്. രാധയുടെ മനസ്സിൽ വേദ തിരിച്ചു വന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ല, അവള് പോയാലോ, ആ ശല്യം പോയല്ലോ എന്നൊക്കെ കരുതിയിട്ട് വിക്രത്തിനെ തന്നെ നോക്കിയിരിക്കുന്ന സമയത്താണ് ശ്രീനിവാസ് സാർ ആ കാര്യം പറയണേ, വിക്രത്തെ കുറിച്ച് പറയണേ. പിന്നീട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ വേദയും വിക്രത്തിന്റെ കാര്യം. അവരുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ പ്രണയ വിവാഹമായിരുന്നു. പക്ഷേങ്കിൽ ഈ വേദി വെച്ച് ഞാൻ അവരുടെ ബന്ധം ഒന്നും കൂടെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ പോവാ, അതും തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നിന്ന് പറയാണ്. പിന്നീട് വേദേനെയും വിക്രത്തിനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. രാധയും നന്ദിനിയൊക്കെ ഞെട്ടിത്തെറിച്ചു പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പരസ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം നടത്തപ്പെടുമെന്ന്. പിന്നീട് വിക്രം വേദയുടെ നേരെ നോക്കുവാണ്. വേദയ്ക്കാണ് ഇന്ത്യയുടെ നടത്തില്ല. വേദയുടെ പേര് അനൗൺസ് ചെയ്തപ്പോഴത്തേനും പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വിക്രത്തിന്റെ അരിയിലേക്ക് വരുവാണ്. പൊതു സദസ്സാണ്. ഈ സമയം വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രം വീണ്ടും വേദയുടെ കഴുത്തിലേക്ക് ആ മാല അണിയിക്കുവാണ്. വേദ തിരിച്ചും വിക്രത്തിന്റെ കഴുത്തിലും അണിയിക്കുകയാണ്. അങ്ങനെ തഹസിൽദാരും ശ്രീനിവാസ് സാറിനും എല്ലാവരുടെ അനുഗ്രഹ ആശീർവാദത്തോട് കൂടിയിട്ട് വീണ്ടും അവർ മാലയിട്ട് ഒന്നാവുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നെഞ്ചു പടഞ്ഞു എന്ന് രാധയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. ഇനി തനിക്ക് ഒരിക്കലും വിക്രത്തിനെ കിട്ടില്ല എന്നുള്ള സത്യം രാധയ്ക്ക് മനസ്സിലായതും രാധ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവാണ്.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പത്തേനും ശ്രീജ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് വേദനെ. എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷയില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രണയവിവാഹം തന്നെ ആയിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ പറഞ്ഞു, ഇത് ചേച്ചി വെറുതെ ഇരിക്കുന്നുണ്ടോ? പ്രണയവിവാഹം ഒന്നും അല്ലായിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവരങ്ങനെയൊക്കെ പറയുന്നല്ലേ എന്ന് പറയാണ്. പക്ഷേങ്കില് നന്ദിനിക്ക് എന്തോ മനസ്സ് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി. ഒരുപക്ഷെ പ്രണയവിവാഹം ആയിരുന്നോ, ഇനിയിപ്പൊ എല്ലാരും കൂടെ പറ്റിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം വിക്രം വേദയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. പോരുന്ന സമയത്ത് വേദ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വേദയുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വിക്രം തന്റേതാവണം, നാലാളെ അറിയണം, അംഗീകരിക്കണം. ഇപ്പൊ എല്ലാരും അറിഞ്ഞു അവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാന്നുള്ള കാര്യം. ഇനിയിപ്പം ആർക്കും അവരുടെ ബന്ധത്തെ ഒന്നും വേർപ്പെടുത്താനായിട്ട് പറ്റില്ല. പോരാത്തിന് വീട്ടിൽ തനിക്കൊരു സ്ഥാനവും കിട്ടും. വിക്രത്തിന്റെ ഭാര്യയാന്നുള്ള സ്ഥാനം നാലാളുടെ മുന്നിൽ വെച്ചല്ല മാലയിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തിന് വേദം മുറിയിലേക്ക് എല്ലുവാണ് വിക്രത്തിന്റെ. പെട്ടെന്ന് വിക്രം പറഞ്ഞു, അതെ ഞാൻ അവിടെ വെച്ച് നിന്നെ മാലയിട്ട് സ്വീകരിച്ചെന്ന് ഓർത്തോണ്ട് നീ മുറി കിടക്കണ്ട. ഇത്രയും നാളെ എവിടെയാണോ കിടന്നോ അവിടെ കിടന്നാ മതി എന്ന് പറയണ. പെട്ടെന്ന് വേദം പറഞ്ഞു, ഞാനിതന്നെ അവിടെ കിടക്കണം. എന്റെ ഭർത്താവ് നിങ്ങള്, ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കണ്ടേ? ശ്രീനിവാസ് സാർ പറഞ്ഞു കേട്ടോ, നമ്മള് പ്രണയിച്ചു വിവാഹം കഴിച്ചവരാന്ന്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ശ്രീനിവാസ് സാറിന് അറിയത്തില്ലാത്തോണ്ടാ. ഏത് നിമിഷമാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്. ഇത് കേട്ടതും വേദ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങള് ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും ഞാൻ ഈ മുറിയിൽ നിന്ന് മാറിപ്പോകാൻ പോകുന്നില്ലെന്ന് പറയാം. വിക്രം പെട്ടുപോയി. ആ സമയം ഈ വാർത്തകളൊക്കെ ശങ്കരനാരായണന്റെ ശ്രീകാന്തിന്റെ ഒക്കെ ചെവിയിലെത്തി. അവർ ഈ കാഴ്ചകളെല്ലാം കണ്ടു. അവൻ ടി വിക്കകത്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശങ്കരനാരായണൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്കും പത്മ അങ്ങോട്ട് വന്നു. എന്താ ശങ്കരേട്ടാന്ന് ചോദിക്കാം. നോക്ക്, നിന്റെ മോളും നിന്റെ മരുമോനും എന്ന് പറയണേ. മോളും മരുമോനോ? അതെ, അവള് നമ്മളെല്ലാം ചതിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ടി വിക്കാരും പത്രക്കാരും എന്തൊക്കെ ന്യൂസാ വിടുന്നേ. അത് മാത്രമല്ല, അവര് പരസ്പരം മാലയണിച്ച് വീണ്ടും ഒന്നായിരിക്കുന്നു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയും കൂടെ തകർന്ന് പറയണം. ഇത് കേട്ടോണ്ട് വന്ന മുത്തശ്ശി ഭയങ്കര സന്തോഷമായി. അവർ രണ്ടുപേരും വീണ്ടും ഒന്നായല്ലോ. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി താൻ എത്ര ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലും അവരെ രണ്ടുപേരും വേർപ്പെടുത്താണ്ട് പറ്റില്ല. കാരണം അങ്ങനെയുള്ള ശുഭ ഒരു മുഹൂർത്തത്തിലാണ് അവർ തമ്മില് താലി കെട്ടിയിരിക്കുന്നത് എന്നൊരു ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ശങ്കരനോട് പറഞ്ഞു, ശങ്കര, ഇനി നീ എന്നല്ല ഈ വീട്ടിൽ ആരും നോക്കിയിട്ട് കാര്യമില്ല. ഒരു കാരണവശാലും വേദയും വിക്രത്തിനെ പിരിക്കാനായിട്ട് നിങ്ങക്ക് സാധിക്കില്ല എന്ന് പറയാം. അത് ദൈവമായിട്ട് ഭഗവാനായിട്ട് തീരുമാനിച്ചൊരു കല്യാണമാണ്. അപ്പൊ അത് ഭഗവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നോണ്ട് മനുഷ്യന്മാർക്ക് വേർപെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു നന്ദിനി വന്ന് വിനായകനോട് പറഞ്ഞു, അവള് പോയി നിൽക്കുന്ന നിപ്പ് കാണായിരുന്നു. ഇപ്പൊ അവൾക്ക് എല്ലാ പദവി ഇവിടെ ലഭിച്ചില്ലേ? വിക്രത്തിന്റെ ഭാര്യയായിട്ട് അവൾ ഇങ്ങോട്ട് വന്നില്ലേ? മരുമോളായിട്ട് അവളെ ഇവിടെ എല്ലാരും അംഗീകരിച്ചില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടൻ വിനായകൻ പറഞ്ഞു, ആരംഗീകരിച്ചു? അച്ഛൻ അംഗീകരിച്ചോന്ന് ചോദിക്കാം. അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലോ. അവൾ പോയ സമയത്ത് പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടോ? അവൾ ഇങ്ങോട്ട് തിരികെ കയറി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ മരുമോളുടേതായ എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടണമെന്ന്. അപ്പൊ പിന്നെ ആരായി നമ്മളെല്ലാരും വെറുതെ ആയി പോലെ. അത് മാത്രമല്ല, കിട്ടാന്ന് പറഞ്ഞ പൈസ എനിക്ക് കിട്ടത്തില്ല വിനയേട്ടാ, എല്ലാം താറുമാറായി പോയില്ലേ. അവള് പോയി കഴിഞ്ഞപ്പോ ഞാനും സന്തോഷിച്ചായിരുന്നു പറയണ. ഇത് കേട്ടൻ വിനായകൻ പറഞ്ഞു, നമുക്കിനി അവസരം കിട്ടും. എവിടുന്ന് അവസരം കിട്ടാനായിട്ടാ? കിട്ടിയ അവസരമൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുവാണ്. പിന്നീട് വൈകുന്നേരം കിടക്കാൻ ചെല്ലുമ്പത്തേനും കമലയോട് മാഷ് പറഞ്ഞു, അങ്ങനെ അവസാനം വേദ ജയിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ കമല പറഞ്ഞു, എന്താ മാഷ് ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, അവളൊരു ശപഥം ചെയ്തിട്ട് പോയതാ. അവൾ ആ ശപഥം നിർവഹിച്ചു. അവസാനം വിക്രം തന്നെ അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നു. എന്തോ ഫയൽസിന്റെ പേരിലാന്ന് പറയണ. അവള് ബുദ്ധിയുള്ള കുട്ടിയാന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അവൾക്കറിയായിരുന്നു അവൾക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവള് പോയിട്ട് അവള് തിരികെ വന്നു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ എനിക്കോ നിനക്കോ ഇപ്പൊ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അതെന്താ മാഷ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ വാക്കിന് എന്തേലും വിലയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കാം. കമല പറഞ്ഞു, വേറെ നല്ല കുട്ടിയല്ലേ മാഷേ, ഇനി അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. അംഗീകരിച്ചോ, ആര് വേണമെങ്കിലും അംഗീകരിച്ചോ. പക്ഷെ കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയെന്ന് പറഞ്ഞ അവസ്ഥയായി പോലെ അവസാനം. ആ കുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അതിന് ഉപദേശം കൊടുത്തേ. പക്ഷെ എങ്കില് സ്വന്തം ജീവിതം നശിപ്പിച്ച് അടങ്ങുള്ളൂ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. കമല പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല മാഷേ, എനിക്ക് ഉറപ്പുണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന്. വിക്രം ഒരു പക്ഷെ നന്നായാലോ? നന്നാവാന് നിന്റെ മോന് ഇത്രയും കാലമായിട്ട് നന്നായിട്ടില്ല, പിന്നെ ഇനി ആണ്ടി നന്നാവാൻ പോന്ന് ചോദിക്കാം. മാഷ അങ്ങനെ പുച്ഛിച്ച് തള്ളല്. ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും ഭഗവാൻ കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും വിക്രം മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു പറയാം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, നന്നാകുവാണെങ്കിൽ അവന് കൊള്ളാം, ഇല്ലെങ്കിൽ അവൾ പെണ്ണിന്റെ ജീവിതം കൂടെ നശിച്ചു പോകുന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.